മകുടേന്ദ്ര നീലമണി ഭീ സന്ദർശിതേ നിന്ദിരം സ്വച്ഛന്തം മകരന്ദ സുന്ദരകളം മന്ദാകിനീമേതുരം ശ്രീ ഗോവിന്ദപദാരവിന്ദം അശുഭസ്കന്ധായ വന്ദാമഹേ ശ്രീ ഗുരുവായൂരപ്പ ശരണം. സോപാനം എന്നാൽ പടികൾ എന്നാകുന്നു. എല്ലാ പടികളും സോപാനമാകുന്നുമില്ല. ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ പടികൾ, ആ തൃപ്പടികൾ കയറി നമ്മൾ എത്തിച്ചേരുന്നത് ഈശ്വരിലേക്കുള്ള മാർഗമാണ്. ഈശ്വരിലേക്ക് എത്താനുള്ള മാർഗമാകുന്ന തൃപ്പടികൾക്കരികെ പൂജാവേളയിൽ ഇടയ്ക്ക് കുട്ടിപ്പാടുന്ന കുട്ടിപ്പാടി സേവ. അവിടെ ആ പടികൾക്കരികെ സോപാനത്തിനരികെ നിന്ന് പാടുന്നത് കൊണ്ടാവാം ഒരുപക്ഷെ ഇതിൽ സംഗീതത്തെ സോപാന സംഗീതം എന്ന് പേര് വിളിക്കുവാനൊരു കാരണം. തൃക്കാമ്പ്രാശാൻ ഇടയ്ക്ക് പറയാറുണ്ട്, അത് മാത്രം തന്നെയല്ല, സോപാനം പടികളെന്നാകുമ്പോൾ ഒരിക്കലും ഒഴുക്ക് ഇല്ല, സ്റ്റെപ്പാണ് അല്ലേ. പടികൾ കയറി നമ്മൾ താഴത്തെ സഞ്ചാരത്തിൽ നിന്ന് അകാലം തുടങ്ങി പഞ്ചമത്തിലെത്തി മേസായിലേക്കുള്ള സഞ്ചാരം. കാലങ്ങളിലും വിളംബകാലത്തിൽ ആരംഭിച്ച് മധ്യത്തിലൂടെ ദ്രുതമാകുന്ന കാലത്തിൽ കൊണ്ടെത്തിക്കുന്ന സംഗീത സമ്പ്രദായവും സോപാന സംഗീതത്തിനുണ്ട്. കാര്യം പടപ്പുറത്തുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 12 ദിവസം അടുപ്പിച്ച് നല്ല ശക്തിയിലൊക്കെ പാടേണ്ട ഒരു പാട്ടുകളായിരുന്നു. അത് കാരണം കുറച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഒരു അന്തംകുത്തി ശൈലിയിൽ രാഗം പാടി ഒരു ധ്യാനിയുണ്ട്. ഗണപതി സരസ്വതി ശുദ്ധ മലയാളമാണ്. സോപാന സംഗീതത്തിലെ പാടി വരുന്ന ധ്യാനികൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഇതിനൊരു ഭാവമുണ്ട്, ധ്യാനം. തുടക്കം എന്താണ് എന്ന് പറയുന്നത് പോലെ ധ്യാനിച്ചുകൊണ്ട്, ആ യാമത്തെ ധ്യാനിച്ചുകൊണ്ട് ആ രാഗത്തെ മൂർത്തികൾക്കൊരു സ്തുതി നൽകിയതിനു ശേഷമാണ് കുട്ടിപ്പാടി സേവയിലെ മറ്റ് കീർത്തനങ്ങളും അഷ്ടപതിയും ആരംഭിക്കേണ്ടത്. മാതംഗ മുഖനാഗ ഭൂഷണ മതിതങ്ങീനച്ചമ്പി നിൻപാദം ഇതകനീവോടു കൈ വണങ്ങുന്നേ സരസീജാപോതു പോവേ സന്തതം സരസമായി സുഖിച്ചംബിമേവിന സരസ്വതീ ദേവി നിൻ പദാംബുജം സുരരീതി വരുമാ ഉഷപൂജയ്ക്ക് പാടുന്ന ദേശാക്ഷി രാഗത്തിലെ ഒരു ക്ഷേത്രത്തിൽ ആദ്യം പാടി വരേണ്ടതായിട്ടുള്ള ധ്യാനി. ആ നൃത്തത്തോടു കൂടി അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ ശാസ്ത്രീയമാകുന്ന നൃത്തത്തെ തന്നെ ഇവിടെ സമർപ്പിക്കുന്ന രീതിയൊക്കെ ഇപ്പോൾ നമ്മളത് കാണാൻ സാധിക്കും. പക്ഷെ പൂജയിൽ വരുമ്പോൾ അത് ക്ഷേത്രത്തിൽ ഒരു കാലഘട്ടങ്ങളിൽ പണ്ട് കാലത്ത് ദാസീ നൃത്തം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ, എന്തായാലും പറയാ, തടിനങ്കമാര് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നുവെന്നും അത് കന്യാകുമാരി ഭാഗത്തും തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ആ കൊട്ടാരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ
ആ പൂജയ്ക്ക് മുമ്പായിട്ട് തന്നെ ഈ തളിനങ്കന്മാർ ദേവന്റെ മുമ്പിൽ നൃത്തം കളിച്ചിരുന്നതായിട്ട് പഴയ കാലത്തുള്ള പുസ്തകങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഡോക്ടർ യാനശ്ശേരിയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഇക്കാലഘട്ടത്തിൽ അതൊന്നും ഇല്ലാന്ന് മാത്രം. ഇപ്പോൾ നമുക്കുള്ളത് പൂജാ സമയത്തുള്ള ഈ വാദ്യഗീതമായിട്ടുള്ള കൊട്ടിപ്പാട് സേവ മാത്രമാണ് കേൾക്കുവാൻ സാധിക്കുന്നത്. ആ ഉഷപൂജ സമയത്ത് ധ്യാനി കഴിഞ്ഞാൽ ത്രിപുടതാളത്തിൽ കൂറുകൊട്ടി ഭൂപാളരാഗത്തിൽ അഷ്ടപതിയോ കീർത്തനങ്ങൾ, കേശാദിപാദം, പദാദികേശം, ദണ്ഡകങ്ങൾ, വള്ളിച്ചിന്തുകൾ ഇതെല്ലാം പാടി സ്തുതിച്ച് സമർപ്പിക്കാം. അവിടെ അഷ്ടപതിയും സോപാന സംഗീതവും നേരത്തെ പറഞ്ഞതുപോലെ സോപാന സംഗീതം എന്ന് പറയുന്നത് ഇപ്പൊ മൂർത്തികൽപ്പം പോലെ ഗണപതി കൽപ്പമുണ്ട്, ശാസ്ത്രകൽപ്പമുണ്ട്, മഹാവിഷ്ണുവും ഭദ്രകാളി, ശങ്കരനാരായണ കൽപ്പം, മഹാദേവൻ, ഇങ്ങനെയുള്ള ആ മൂർത്തികൾക്കെല്ലാം തന്നെ സോപാന സംഗീതത്തിലെ നല്ല കൃതികളും ധ്യാനുകളും സ്തുതികളും മറ്റുള്ള ഗീതങ്ങളുമൊക്കെ ഈ കൊട്ടിപ്പാട് സേവയിലൂടെ സോപാന സംഗീതത്തെ ശ്രവിക്കാൻ സാധിക്കും. ഇന്ന് കേൾക്കുന്ന പുതിയ കൃതികളല്ല, പഴയകാലത്ത് പാടി വഴക്ക സമ്പ്രദായത്തിൽ പാടി വന്നിരുന്ന പഴയകാല കൃതികൾ ധാരാളം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പാഹി മാം വീര ശരബിന്ദു സമാ വദന പാഹി മാം ശൂര ശരബിന്ദു സമാ വദന. വെട്ടക്കുരുവൻ സ്വാമിയുടെ കൃതിയാണ്. മറ്റുള്ള കാവ്യങ്ങൾക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാലഘട്ടത്തിൽ അഷ്ടപതിക്ക് കിട്ടിയ ആ പ്രാധാന്യം ഏതാണ്ട് 12-ാം നൂറ്റാണ്ടിന്റെ ആരംഭ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട കൃതി 15-16-ാം നൂറ്റാണ്ടോടുകൂടി കേരളത്തിലേക്ക് എത്തിയെന്നൊക്കെയാണ് പഴയ കാര്യങ്ങൾ പറഞ്ഞു വരുന്നിട്ടുള്ളത്. അത് അഷ്ടപതിയുടെ സമ്പ്രദായ ഭജനകളെയും ഭക്തിപ്രചാരത്തിനുള്ള പ്രാധാന്യമുള്ള കൊട്ടിപ്പാട് സേവയിലൂടെയും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ദാനമായിട്ട് അഷ്ടപതി പാടണം എന്നുള്ള വ്യവസ്ഥയും വന്നു ചേർന്നു. അന്നത്തെ കാലത്ത് ഇതെല്ലാം കൽപ്പിക്കുന്നത് രാജകൽപ്പനയാണ്, രാജാവാണ്. എന്തിവിടെ അനുഷ്ഠിച്ചു പോരണം എന്ന് പറയുന്നത് രാജകൽപ്പനയാണ്. അത് മധ്യതിരുവിതാംകൂറാണെങ്കിലും പണ്ടുപുരാണം ഭാഗത്താണെങ്കിലും സാമൂതിരി രാജാവിൻ്റെ സ്ഥലങ്ങളിലാണെങ്കിൽ പോലും കൽപ്പിച്ച കൃതികൾ എന്നും പറയും, കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ നിദാനമായിട്ട് പ്രവൃത്തി കൊണ്ടുപോകണം. അതിൽ അഷ്ടപതിക്ക് പ്രാധാന്യം കേരളത്തിലുള്ള ഏക ക്ഷേത്രം ഗുരുവായൂർ മാത്രമാണ്. കാര്യം പൂജാവേളയിൽ അഷ്ടപതിക്ക്, ഒരുപക്ഷെ അഷ്ടപതിയുടെ ജന്മനാളായിട്ടുള്ള ഒറീസയിലെ അല്ലേ ജഗന്നാഥപുരിയിൽ പോലും ഇത്രയും പ്രാധാന്യം അഷ്ടപതിക്കുണ്ട് എന്ന് തോന്നിപ്പോകും. പക്ഷെ ഗുരുവായൂരപ്പൻ്റെ പൂജയ്ക്ക് നിർബന്ധമായിട്ടും അഷ്ടപതി തന്നെ മുഴുവൻ പാടിയിരിക്കണം. അതൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ജനകീയമാക്കി നമുക്ക് തന്നിട്ടുള്ളത് നടുമേശനാണ്. ഭക്തി മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. സ്വത്തും അംഗീകാരവും എല്ലാം അദ്ദേഹത്തിൻ്റെ ഭക്തിയായിരുന്നു. അഷ്ടപതിയുടെ തത്വങ്ങളെ പറഞ്ഞ പോലെ അർത്ഥമറിഞ്ഞ് ഒരാൾ അഷ്ടപതി പാടിയിരുന്നു എങ്കിൽ അതിനൊരൊറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റും, നെടുങ്ങാടിയാശാൻ. കാര്യം അത്ര ആഴമേറിയ ബന്ധം അഷ്ടപതിയുമായിട്ട് അദ്ദേഹത്തിനുണ്ടായി. ഒരു നീതം ഗമന വിളംബന അനുസരതം ഹൃദയേശം രാധേ ഗോപീവീന പയോധര മർദന ചഞ്ചല കരയുഗ ഇതുപോലെ രാസക്രീഡയ്ക്ക് പ്രാധാന്യമുള്ളൊരു പദം ശ്രമിക്കുമ്പോൾ പോലും ആ ഒരു തലത്തെ ഹനിക്കുവാൻ മനുഷ്യൻ പാപമായിരിക്കണം ഒരു പൂജാവേളയിൽ നിൽക്കുമ്പോൾ. അങ്ങനെ ഒരു മനുഷ്യനെ, ഭക്തന്മാരെ അങ്ങനെ സൃഷ്ടിക്കുവാൻ അഷ്ടപതി സാധിക്കണമെന്നതാണ് ആശാന്റെ മതം. ആശാൻ എപ്പോഴത് പറയാറുണ്ട്, ഈ രാസക്രിയകൾ എത്രയൊക്കെ കേട്ടാലും
അങ്ങനെ ഒരു വികാരത്തെ നമ്മൾക്ക് വരാൻ പാടില്ല. അപ്പോൾ ഈ പറഞ്ഞത് അഷ്ടപതിയിലെ അധികാരവും കല്യാണവും രാസക്രീഡയും ഇതുപോലുള്ള കല്യാണം ഇതെല്ലാം നമുക്കതിൽ ശ്രമിക്കുവാൻ സാധിക്കും. അത്ര പ്രിയമാണ്. അഷ്ടപതി സോപാന സംഗീതവുമാണോ അഷ്ടപതിയാണോ കണ്ണ് പ്രിയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റൊരു ഇത് അഷ്ടപതിക്ക് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. ചോദിച്ചാൽ അഭയം വൈ ബ്രഹ്മ എന്നാണ്. ഭയം ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് ഈ ബ്രഹ്മസ്വരൂപം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഭയത്തെ കുറിച്ചൊരു അറിവ് ആദ്യം തരണം. അതിനുവേണ്ടി അന്തരീക്ഷം ഒന്ന് ഭീതി ഉള്ളതാക്കി മാറ്റിയാണ്. ആർക്ക് ഭീതി ഉള്ളത്? ഭഗവാന് ഭീതി ഉണ്ട് എന്നാണ് ചിത്രീകരിക്കുന്നത്. മേഘേറും മേതുരമമ്പരം, മേഘങ്ങളാൽ ഈ അമ്പരം ആകാശം മേതുരമായിട്ടുണ്ട്, ഘനീഭൂതമായിട്ടുണ്ട്. നിബിഡമായ മേഘങ്ങളെ കൊണ്ട് അന്തരീക്ഷം കട്ടിപിടിച്ച് വന്നിട്ടുണ്ട് എന്നർത്ഥം. വനഭുവശ്യാമാഹ, ഈ പ്രദേശമാകട്ടെ, വനഭൂമിയാകട്ടെ, കാടാകട്ടെ, അത് കറുപ്പ് നിറത്തോട് കൂടിയതായി തീർന്നിട്ട് വൃക്ഷങ്ങളെ കൊണ്ട്, പച്ചില വൃക്ഷങ്ങൾ ധാരാളം ഉള്ളത് കൊണ്ട് ഇരുട്ട് നേരത്തെ വന്നിട്ടുണ്ട് എന്നർത്ഥം. അത് രണ്ടാമത്തെ ഭാഗമാണ്. ഈ രണ്ട് ഭാഗം കൊണ്ടും ഇരുട്ടിനെ കുറിച്ചുള്ള ഒരു സൂചന നമുക്ക് തന്നു കഴിഞ്ഞു. വനഭുവശ്യാമാഹ തമാലദ്രുമൈഹി. ഇനി പറയുന്ന കാര്യമാണ് നക്തം ഭീരുരയം. അയം നക്തം ഭീരു. ഇവൻ, ഈ കുട്ടി, ഈ കൃഷ്ണനെ നോക്കിയിട്ട് പറയാണ്, ഇവൻ രാത്രി കാലങ്ങളിൽ ഭയമുള്ളവനാണ്, കുറച്ച് പേടിത്തൊണ്ടനാണ്. അതുകൊണ്ട് നക്തം ഭീരുരയം ത്വമേവ തതിമം, അതുകൊണ്ട് നീ തന്നെ ഇവനെ എന്ത് ചെയ്താലും രാധേ ഗൃഹം പ്രാപയ, രാധേ നീ ഗൃഹത്തിലേക്ക് എത്തിച്ചാലും, വീട്ടിൽ കൊണ്ടുചെന്നാക്കിയാലും എന്നർത്ഥം. ഈ സംഭവത്തിന് ഇത്ര അധികം പഴക്കമൊന്നുമില്ല എന്നർത്ഥം. ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീട്ടിൽ നിന്ന് പലപ്പോഴും പറയാറുണ്ട്, ഇരുട്ടായി ഒരു ടോർച്ച് എടുത്തോളൂ, ഒന്ന് കാണിച്ചു കൊടുക്കൂ വഴി എന്ന് പറയുന്ന ഒരു ലാഘവത്തോടു കൂടിയാണ് ഈ പദ്യം പറഞ്ഞിട്ടുള്ളത് എന്നർത്ഥം. വേറൊന്നും അതിൽ വിശേഷിക്കണില്ല. അത് കഴിഞ്ഞിട്ട് പറയാണ് ഇത്തം നന്ദനിദേശതശ്ചലിതയോ, ഇപ്രകാരം നന്ദന്റെ നിദേശം അനുസരിച്ച് ചലിതരായിട്ടുള്ള പുറപ്പെട്ടവരാരാണ്. നന്ദനിദേശതശ്ചലിതയോ, എങ്ങോട്ടാണ് അവർ പോയത്? അധ്വകുഞ്ചദ്രുമം പ്രതി, മാർഗത്തിലുള്ള ലതാനികുഞ്ചത്തിലേക്ക് പുറപ്പെട്ടവരായ അവർ ആരാണ് എന്നാണെങ്കിൽ അത് അടുത്ത വരിയിൽ സൂചിപ്പിക്കണം. രാധാമാധവയോർജയന്തി യമുനാകൂലേ രഹക്കേളയ. അങ്ങനെ പുറപ്പെട്ട ആ രാധാമാധവന്മാരുടെ ഏകാന്തതയിലുണ്ടായ കേളീവിശേഷങ്ങൾ സർവോത്കർഷേണ വർദ്ധിക്കുന്നു എന്ന് അദ്ദേഹം ഈ ഒന്നാമത്തെ പദ്യത്തിൽ പറഞ്ഞു. ഈ പദ്യം കൊണ്ട് എന്താണ് ഈ കൃതിയിലെ വിശേഷം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. രാധയും മാധവനും ചേർന്നുള്ള കേളീവിശേഷങ്ങളാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ആ കേളീവിശേഷത്തിൽ പ്രാപ്തയാക്കുന്ന ഒരു രാധയെ ചിത്രീകരണം ആദ്യം അനുരാഗം ഉള്ള ഒരു രാധയായിട്ട് ചിത്രീകരിച്ചെടുക്കണം. അത് കഴിഞ്ഞ് വിരഹം അനുഭവിക്കുന്ന ഒരു രാധയായിട്ട് ചിത്രീകരിക്കണം. അത് കഴിഞ്ഞ് സംഗമം സാധ്യമാകുന്ന ഒരു രാധയായിട്ട് ചിത്രീകരിക്കണം. ഇങ്ങനെ ക്രമേണ ഈ കാര്യങ്ങളെല്ലാം സാധിച്ചുകൊണ്ട് പരമപുരുഷനായ ഈശ്വരനെ പ്രാപിക്കുന്ന രാധയുടെ രൂപമാണ് അവസാനം നമ്മൾ ചിത്രീകരിക്കേണ്ടത്.